എറണാകുളം മുളന്തുരുത്തി പള്ളിയിൽ സംഘർഷം. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളിലെ വിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇരുവിഭാഗങ്ങളിലെയും വിശ്വാസികൾക്ക് പരിക്കേറ്റു. നേരത്തെ യാക്കോബായുടെ കീഴിലായിരുന്ന പള്ളിയുടെ ഭരണം നിലവിൽ ഓർത്തഡോക്സ് സഭയുടെ കീഴിലാണ്. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ചേർന്നു. വീണ്ടും സംഘർഷത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തുകയും മുളന്തുരുത്തി പള്ളി അതിന് വേദിയാവുകയും ചെയ്തിരിക്കുന്നത് അതേത് സന്ദർഭത്തിൽ കൂടിയായിരുന്നു ടോം? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അപർണ, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള സംഘർഷത്തിന് പിന്നാലെ പിന്നീട് കോടതി വിധിയെ തുടർന്ന് യാക്കോബായ സഭയുടെ കീഴിലായിരുന്ന പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിക്കുന്നത്. പക്ഷേ അതിനിടയിലും ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തില് ഈ സെമിത്തേരിക്കുള്ളില് യാക്കോബായ സഭയിലെ വിശ്വാസികൾക്കുള്ളിൽ പ്രാർത്ഥിക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിന്റെ അടിസ്ഥാനത്തില് ഇന്ന് ഈ മരിച്ചവരുടെ ഓർമ്മ ദിനമാണ്. യാക്കോബായ സഭയിലെ വിശ്വാസികൾ 100ഓളം വിശ്വാസികള് ഈ സെമിത്തേരിക്കുള്ളിൽ കയറുകയും അതിന് പിന്നാലെ ഏതാനും വൈദികരും പള്ളിക്കകത്ത് ഈ സെമിത്തേരിക്കകത്ത് കയറിയെന്നാണ് ഓർത്തഡോക്സ് സഭ ആരോപിക്കുന്നത്. സാധാരണ വൈദികർക്ക് പള്ളിക്ക് ഉള്ളിൽ പ്രവേശിക്കാനുള്ള ഒരു അധികാരമില്ല. കാരണം നിലവിൽ ഓർത്തഡോക്സ് സഭയുടെ പരിധിയിലായതുകൊണ്ട് തന്നെ യാക്കോബായ സഭ വിശ്വാസികൾക്ക് മാത്രമായിരുന്നു ഈ സെമിത്തേരിക്കുള്ളിൽ കയറാനുള്ള ഒരു അവകാശം നിർണയിച്ചിരുന്നത്. എന്നാൽ ഈ ഏതാനും വൈദികർ ഉൾപ്പെടെ കയറി എന്നാണ് ഓർത്തഡോക്സ് സഭ ആരോപിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഓർത്തഡോക്സ് സഭയിലെ വിശ്വാസികളെ സംഘടിച്ചെത്തുകയും യാക്കോബായ വിശ്വാസികളുടെ ഈ സെമിത്തേരിക്കുള്ളിലായിരുന്ന സമയത്ത് പുറത്തുനിന്ന് ഗേറ്റ് പൂട്ടുകയുമായിരുന്നു. ഇതേ തുടർന്നാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ ഇന്ന് രാവിലെയോടുകൂടി ഏകദേശം ചെറിയൊരു സംഘർഷം ഉണ്ടാകുന്നു. ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വൈകിട്ടോടുകൂടി ഇരു വിഭാഗങ്ങളും വീണ്ടും പ്രതിഷേധവുമായി സംഘടിച്ചെത്തുന്നു. കാരണം രണ്ടു വിഭാഗത്തെയും ഏകദേശം 10ലധികം പേർക്ക് പരിക്കുണ്ട്. രണ്ടു വിഭാഗങ്ങളുടെയും ഈ പരിക്കേറ്റവരെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മെത്രാപ്പൊലീത്തമാർ ഉൾപ്പെടെ ഇവരെ ആശുപത്രിയിൽ സന്ദർശിച്ചു. അതിനുശേഷമാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഇരു വിഭാഗങ്ങളും സംഘടിച്ചെത്തി. ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്കുള്ളിൽ പ്രതിഷേധിക്കുന്നു. യാക്കോബായ വിശ്വാസികൾ പള്ളിക്ക് പുറത്തും ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. പോലീസ് ഇരുവിഭാഗത്തെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ ഈ വലിയ സംഘർഷത്തിനൊടുവിലാണ് സഭയുടെ ഭരണം ഓർത്തഡോക്സ് സഭയ്ക്ക് ലഭിക്കുന്നത്. യാക്കോബായ സഭയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവരുടെ ഒരു വലിയ ഒരു ബലമുണ്ടായിരുന്ന, ഏറ്റവും കൂടുതൽ ഒരു കരുത്ത് ഉണ്ടായിരുന്ന ഒരു പള്ളിയാണ് ഈ യാക്കോബായ മുളന്തുരുത്തിയിലെ പള്ളി. പക്ഷെ അതിനുശേഷം ഈ കോടതി വിധിയെ തുടർന്ന് ഈ പള്ളിയുടെ ഭരണം അവർക്ക് നഷ്ടമായിരുന്നു. പക്ഷെ അന്നേരവും ഈ പള്ളിക്കുള്ളിൽ സെമിത്തേരിക്കുള്ളിൽ അവർക്ക് കയറാനുള്ളൊരു അവകാശം അത് കോടതി നിർണയിച്ചു നൽകിയിരുന്നു. പക്ഷെ അതാണ് ഇന്നത്തെ ഈ സംഘർഷത്തിലേക്ക് എത്തുന്നത്. ഈ മരിച്ചവരുടെ ഓർമ്മ ദിനമായ ഇന്ന് യാക്കോബായ വിശ്വാസികൾ 100ലധികം വിശ്വാസികൾ സെമിത്തേരിക്കുള്ളിൽ പ്രാർത്ഥിക്കാനായി എത്തിയതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായത്. ഇപ്പോഴും അവർ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇരുവിഭാഗങ്ങളും പള്ളിക്ക് പുറത്തും അകത്തുമായി പ്രതിഷേധിക്കുന്ന ഒരു അവരുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. വൈദികർ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പോലീസും സ്ഥലത്തെത്തി ഇരുവിഭാഗങ്ങളെയും അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അപർണ, ഇത് നേരത്തെ തന്നെ കോടതി വിധി വരികയും സർക്കാർ നിലപാടുകൾ എടുക്കുകയും എല്ലാം ചെയ്ത സമയത്തും സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ല എന്ന നിലപാട് എല്ലാ കാലത്തും യാക്കോബായ സഭ സ്വീകരിക്കുകയും ചെയ്തതാണല്ലോ ടോം. അതുകൊണ്ട് തന്നെ ഇത് ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു സംഘർഷം, ഒരു സമര പശ്ചാത്തലം എന്നതിനുപരി ഇനിയുള്ള മണിക്കൂറുകളിലും ഇതേ ഒരു അന്തരീക്ഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? കുറഞ്ഞപക്ഷം പോലീസെങ്കിലും അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? അവർ അത് തന്നെയാണ്. കാരണം ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള സംഘർഷം പതിറ്റാണ്ടുകളായുള്ളതാണ്, പ്രത്യേകിച്ചും ഈ പള്ളിയുടെ അധികാരം സംബന്ധിച്ച്. എന്നാൽ ഈ നിലവില് പല പള്ളികളും യാക്കോബായ സഭയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളായ പിറവം, മുളന്തുരുത്തി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികൾ നഷ്ടപ്പെട്ടിരുന്നു. മറ്റ് കോതമംഗലം പള്ളി, അതുപോലെ കോട്ടയം മണ്ണർകാട് പള്ളി ഉൾപ്പെടെയുള്ള പള്ളികളിലും ഈ സഭ ഈ കോടതി വിധി നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഒരു നിയമനിർമ്മാണം നടപ്പാക്കിക്കൊണ്ട് ഈ പള്ളിയിലെ
ഭരണം അതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നിയമനിർമ്മാണത്തിലൂടെ നിർണ്ണയിക്കണമെന്നാണ് യാക്കോബായ സഭ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് സർക്കാർ ഇരു വിഭാഗങ്ങളുമായി പല ഘട്ടങ്ങളിൽ ചർച്ചകൾ നടത്തിയെങ്കിലും ഈ ചർച്ച ഒരു ഘട്ടത്തിലും വിജയം കണ്ടില്ല. ഇപ്പോഴും സർക്കാരും ഈ രീതിയിലാണ്. കാരണം ഒരു അനുനയത്തിലൂടെ ഇരു വിഭാഗങ്ങളിലും ഈ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ശ്രമിക്കുന്നുണ്ട്. ഇതുവരെ അത് വിജയിച്ചിട്ടില്ല. അതിനിടെയാണ് ഇന്ന് ഈ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ മുളന്തുരുത്തിയിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇത് മറ്റു പല തർക്കങ്ങളിൽ മറ്റു പല പള്ളികളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കോതമംഗലം മന്ത്രകാട് ഉൾപ്പെടെയുള്ള അത് യാക്കോബായ സഭയ്ക്ക് വലിയ ഭൂരിപക്ഷമുള്ള പള്ളികളാണ്. അവരുടെ ഒരു പാരമ്പര്യമായി അവരുടെ വലിയ പ്രധാനപ്പെട്ട മെത്രാപ്പോലിത്തമാരുൾപ്പെടെ അവരുടെ ഒരു വലിയ സ്വാധീന മേഖലകളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭരണം പിടിച്ചെടുക്കുക എന്നത് ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് വലിയ ഒരു നിർണായകമായിട്ടുള്ള കാര്യമാണ്. അതിനുവേണ്ടിയാണ് ഇവർ നാൾക്ക് നാളായി ഈ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു കാരണവശാലും വിട്ടു നൽകില്ല, ഈ രണ്ട് പള്ളികളും വിട്ടു നൽകില്ല എന്ന ഒരു നിലപാട് അവർ ആവർത്തിക്കുന്നു. എന്തായാലും കോടതി വിധി നടപ്പാക്കണം. അത് കോടതി എല്ലാ പള്ളികളും, അതായത് നിലവില് ഈ സഭാ ഭരണഘടന നടപ്പാക്കണം, അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി നടപ്പാക്കണമെന്ന ഒരു നിർദ്ദേശം തന്നെ കോടതി അവസാനമായും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ സർക്കാർ ഈ കോടതി നടപ്പാക്കാനുള്ള ഇതുമായി ഒരു നീക്കങ്ങൾ നടത്തുന്നില്ല എന്ന ആക്ഷേപമാണ് ഓർത്തഡോക്സ് സഭ ഉന്നയിക്കുന്നത്. എന്തായാലും യാക്കോബായ സഭയെ സംബന്ധിച്ച് ഈ കോടതി വിധി നടപ്പാക്കാതിരിക്കാനുള്ള, അതായത് ഒരു നിയമനിർമ്മാണത്തിലൂടെ അവർക്ക് ആ പള്ളി കിട്ടാനുള്ള നീക്കങ്ങൾ സർക്കാരിന് മുന്നിൽ അവർ അപേക്ഷയുമായി അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും മുളന്തുരുത്തി പള്ളിയിൽ ഇന്നുണ്ടായിട്ടുള്ള ഒരു സംഘർഷം ഒരുപക്ഷെ വരും ദിവസങ്ങൾ, നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങൾ അത് സഭയ്ക്കകത്ത് ഇരു സഭകളും തമ്മിലുള്ള സംഘർഷത്തെ ഒരു മറ്റു തലത്തിലേക്ക് മാറാനുള്ള സാധ്യതയുമുണ്ട്. അപർണ, ടോം ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം വിശ്വാസികളുടെ നല്ല തിരക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഞായറാഴ്ച ആയതുകൊണ്ടും പ്രാർത്ഥനാ ദിവസമായതുകൊണ്ടും അതിനപ്പുറത്തേക്ക് നേരത്തെ തന്നെ ഒരുപക്ഷെ ഇടലേഖനം പോലെയുള്ള അങ്ങനെ എന്തെങ്കിലും സന്ദേശങ്ങൾ ഇരു വിഭാഗങ്ങളുടെയും ഇടയിൽ അത് സർക്കുലേറ്റോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടുണ്ടോ? ഈ തുടർന്ന് വരുന്ന സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമര പശ്ചാത്തലത്തിലേക്ക് ഇരുവരും കടന്നതാണെന്നുള്ളൊരു നിഗമനം പോലീസിനുണ്ടോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ ഈ പറഞ്ഞു നിർത്തുന്നത് പോലെ തന്നെ വരും ദിവസങ്ങളിലും മറ്റു പള്ളികളിലേക്കും ആ ഒരു പൾസ് തന്നെ വ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപർണ, നിലവില് ഈ ഏറ്റവും അടുത്ത് തന്നെ സർക്കാർ ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം പരിഹരിക്കാൻ വേണ്ടി ഒരു നിയമനിർമ്മാണം നടപ്പാക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ മന്ത്രിസഭ അതിനൊരു അനുമതി കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ എന്തായാലും ഈ ഒരു ആവശ്യത്തെ ഓർത്തഡോക്സ് സഭ പൂർണ്ണമായി, അതായത് നിയമനിർമ്മാണം നടപ്പാക്കരുത്, അവർക്ക് കോടതി വിധി നടപ്പാക്കണമെന്നൊരു ആവശ്യമാണ് ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ യാക്കോബായ സഭയുടെ നാളുകളായിട്ടുള്ളൊരു ആവശ്യമാണ് ഈ സഭാ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി, അതായത് അവർക്ക് നഷ്ടപ്പെട്ട പള്ളികൾ അത് ഭൂരിപക്ഷത്തിലൂടെ തിരികെ ലഭിക്കണം. അതോടൊപ്പം നിലവില് അവരുടെ അധികാര പരിധിയിലുള്ള പള്ളികളിൽ യാക്കോബായ സഭയ്ക്ക് തന്നെ നിലനിർത്തണം എന്നൊരാവശ്യമാണ് യാക്കോബായ സഭ സർക്കാരിന് മുന്നിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് സർക്കാർ പരിഗണിക്കാനുള്ള ചില നീക്കങ്ങൾ, ചർച്ചകൾ, അതായത് ഇരു വിഭാഗത്തെയും ഒരുപോലെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ ഭാഗത്ത് ശ്രമങ്ങൾ നടക്കുന്നത്. പക്ഷേ അത് പല ഘട്ടങ്ങളിൽ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് അവർ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും അത്തരം ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം അതൊരു ഒരു സർക്കുലറോ അതല്ലെങ്കിൽ ഒരു സഭാതലത്തിലൊരു ആഹ്വാനമോ ഉണ്ടായിട്ടില്ല ഇന്ന് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകാനോ അതോ. പക്ഷെ ഇന്ന് ഓർമ്മദിനം, മരിച്ചവരുടെ ഓർമ്മദിനമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഈ സെമിത്തേരിക്കുള്ളിൽ കയറാനുള്ള അവകാശം യാക്കോബായ സഭയ്ക്കുണ്ട്. പക്ഷെ വൈദികർ കയറിയെന്നാണ്, വൈദികർ കയറാൻ പാടില്ല. കാരണം അത് ഏതെങ്കിലും തിരുക്കർമ്മങ്ങൾ സെമിത്തേരിക്കുള്ളിലോ പള്ളിക്കുള്ളിലോ നടത്തണമെങ്കിൽ അത് ഓർത്തഡോക്സ് സഭാവികാരി അല്ലെങ്കിൽ ഓർത്തഡോക്സ് വൈദികൻ മാത്രമേ. റൈറ്റ്, ടോം കുര്യാക്കോസ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്നു. അദ്ദേഹം ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം വയനാട്ടിൽ എത്തുകയാണ്, മണ്ഡലത്തിൽ അദ്ദേഹം എത്തുകയാണ്. നാളെയാണ് അദ്ദേഹം വിവിധ സന്ദർശന പരിപാടികൾ അദ്ദേഹത്തിനുള്ളത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം വിമാനമിറങ്ങിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സാന്നിധ്യം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. നാളെ ആണ് അദ്ദേഹത്തിന് സന്ദർശന പരിപാടികൾ വയനാട്ടിലുള്ളത് എന്നുള്ളതാണ് അറിയുന്നത്. വിവിധ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ആദ്യമായിട്ട് കൂടിയാണ് അദ്ദേഹം തൻ്റെ മണ്ഡലമായ വയനാട്ടിൽ എത്തുകയും ചെയ്യുന്നത്. കരിപ്പൂരിൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് CV അനുമോദ് ചേരുന്നു. അനുമോദ്, ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയ രീതിയിലുള്ള അണികളുടെ ഒരു പ്രവാഹം, ജനക്കൂട്ടം, മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ. വിവരങ്ങൾ എന്താണ്?
അപർണ, കരിപ്പൂർ വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധിക്ക് ആവേശജനമായ സ്വീകരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അഭിവാദ്യം ചെയ്യുകയാണ്. വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് കൈകൾ നീക്കി അഭിവാദ്യം കാണുന്നത്. വൈകുന്നേരം 6 മുതൽ തന്നെ രാഹുലിനെ കാണാനും സ്വീകരണത്തിൽ പങ്കെടുക്കുവാനും നൂറുകണക്കിന് പ്രവർത്തകരാണ് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നത്. രാഹുൽ എയർപോർട്ടിന്റെ പുറത്ത് ഞാൻ അനുമോദിലേക്ക് എത്താം. വലിയ രീതിയിലുള്ള ആവേശോജ്വലമായ സ്വീകരണം തന്നെ അനുമോദ് പറയുന്നത് പോലെ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതുകൊണ്ടാണ് അനുമോദിന്റെ ശബ്ദം തന്നെ വ്യക്തമായി കേൾക്കാത്തത്. അനുമോദ് ചേർന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി MP വയനാട്ടിലേക്ക് അദ്ദേഹം എത്തുന്നു. കരിപ്പൂരിൽ വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തിന് ആവേശോജ്വലമായ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. അനുമോദ്, അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികൾ ഏത് രീതിയിലാണ്? ഇപ്പോൾ അദ്ദേഹം എങ്ങോട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്? അനുമോദ് ചേരുന്നു. അനുമോദ്, ആവേശോജ്വലമായ സ്വീകരണം തന്നെ രാഹുൽ ഗാന്ധിക്ക്. അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്ന് നേരെ എങ്ങോട്ടേക്കാണ് തിരിച്ചിരിക്കുന്നത്? നാളത്തെ അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടികൾ എങ്ങനെയാണ്? അപർണ, രാഹുൽ ഗാന്ധിയുടെ വാഹനം ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് എത്തിയിരിക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തും കിലോമീറ്ററുകൾ ദൂരത്തിൽ ആ പ്രവർത്തകർ ആവേശത്തോടെ രാഹുലിനെ കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. വലിയ ആവേശം, പ്രവർത്തകരുടെ വലിയ ഒരു ഒഴുക്ക്. ഈ രാത്രി 8 മണിക്ക് മുൻപ് തന്നെ 6 മണിക്ക് ഇവിടെ തന്നെ പ്രവർത്തകർ കരിപ്പൂരിലേക്ക് എത്തിയിരുന്നു. ഈ സമയത്തും കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പരിസരത്തായിട്ട് കിലോമീറ്ററുകൾ ദൂരത്ത് പ്രവർത്തകർ രാഹുലിനെ കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാഹുലിന്റെ വാഹനം ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്ത് എത്തിയിട്ടുണ്ട്. വാഹനത്തിൽ നിന്നുകൊണ്ട് രാഹുൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. രാഹുലിന്റെ
ഒപ്പം ആളുകൾ വാഹനത്തിന്റെ കൂടെ ആളുകൾ നടക്കുന്നുണ്ട്. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമുള്ള രാഹുലിന്റെ ആദ്യ മണ്ഡല സന്ദർശനമാണ്. നമുക്കറിയാം കേരളത്തിൽ രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര ഏറ്റവും അധികം ആവേശമുണ്ടാക്കിയത് മലപ്പുറം ജില്ലയിൽ കൂടിയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ്. ആ ഒരു ആവേശം തന്നെയാണ് ഇപ്പോഴും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്ത് എത്തിയിരിക്കുന്നു. അല്പദൂരം കൂടി അദ്ദേഹം പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷം വയനാട്ടിലേക്കാണ് യാത്ര തിരിക്കുക. വയനാട് നാളെ ഒരു ദിവസം നീളുന്ന പര്യടനമാണ് അദ്ദേഹത്തിന് ഉള്ളത്. നാളെ ഇന്ന് രാത്രി കൽപ്പറ്റ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം ക്യാമ്പ് ചെയ്യുന്നത്. നാളെ വയനാട് കളക്ടറേറ്റിൽ അടക്കമുള്ള 4 പരിപാടികളിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. നമുക്കറിയാം മാസങ്ങൾക്ക് ശേഷമാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ആദ്യമായാണ് അദ്ദേഹം നാട്ടിലെത്തുന്നത്. അതുപോലെ തന്നെ ഈ മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തുന്നത്. നമുക്കറിയാം വയനാട് വന്യജീവി ആക്രമണം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നാളത്തെ സന്ദർശനത്തിൽ അദ്ദേഹം ഈ വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ കാണുമെന്നും അതുപോലെ തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കുമെന്നുമാണ് കരുതുന്നത്. വലിയ ആവേശോജ്വലമായ സ്വീകരണമാണ് ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് നമ്മൾ കാണുന്നത്. വിമാനത്താവളത്തിന്റെ പുറത്ത് കാത്തുനിന്ന ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് രാഹുലിന്റെ വാഹനം നീങ്ങുകയാണ്. വിമാനത്താവളത്തിന് പുറത്ത് ഏതാണ്ട് 1 കിലോമീറ്ററിലധികം ദൂരം ആളുകൾ റോഡിന്റെ ഇരുവശത്തുമായി കാത്തു നിൽക്കുന്നതിന്റെ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പോലീസിന്റെ സുരക്ഷാ വാഹനങ്ങൾ രാഹുലിന്റെ വാഹനത്തിന് മുൻപും ഒപ്പവും അകമ്പടി സേവിക്കുന്നുണ്ട്. വലിയൊരു ആവേശോജ്വലമായ സ്വീകരണമാണ് കരിപ്പൂരിൽ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ആദ്യമായി വയനാട് മണ്ഡലത്തിലേക്ക് എത്തുന്ന രാഹുൽ ഗാന്ധിക്ക് നൽകുന്നത്. ആവേശോജ്വലമായ ദൃശ്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. അപർണ. അനുമോദ്, പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ KC വേണുഗോപാലും K സുധാകരൻ അടക്കമുള്ളവരും അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ എത്തിയിരിക്കുന്നു. ഭാരത് ജോഡോ യാത്രയുടെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ മണ്ഡല സന്ദർശനത്തിനായി വരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഏറെ ശ്രദ്ധ നേടുന്ന ഒരു വിഷയം കൂടി ആയതുകൊണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഈ സന്ദർശനത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ രാഹുലിന്റെ ഓരോ സന്ദർശന സമയത്തും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ എല്ലാവരുടെയും സാന്നിധ്യം അദ്ദേഹത്തിന് ഒപ്പം എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ അത്തരത്തിൽ തന്നെയാണ് ഒരു ചരിത്രമുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് UDFന്റെ സംസ്ഥാന സർക്കാരിനെതിരായ സമരം, പ്രക്ഷോഭം അത് തുടങ്ങാനിരിക്കെയാണ്. സ്വാഭാവികമായിട്ടും വലിയൊരു പ്രതിഷേധം ഈ ബജറ്റ് വിഷയത്തിൽ UDF ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടപ്പിലാക്കണം, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ പ്രതിഷേധങ്ങൾ കൊണ്ടുവരണം എന്ന കാര്യത്തിലൊക്കെ രാഹുലിന്റെ സാന്നിധ്യത്തിൽ കൂടി ഒരുപക്ഷെ ചർച്ചകളും കൂടിയാലോചനകളും വന്നേക്കാം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്ന് രാഹുൽ ഗാന്ധി പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും രാഹുലിന്റേതായ വിമർശനങ്ങൾ ഇതിനോടകം തന്നെ പലവട്ടം പിണറായി സർക്കാരിനെതിരെ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ബജറ്റിൽ വലിയ പ്രതിഷേധങ്ങൾ UDF ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ നാളെ രാഹുൽ ഗാന്ധി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുമെങ്കിൽ അത് UDFനും കോൺഗ്രസിനും വലിയ രീതിയിൽ തന്നെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും ജനങ്ങൾക്കിടയിൽ. അപ്പോൾ അത്തരത്തിലുള്ള സമരങ്ങളും അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള രാഹുലിന്റെ നിലപാടുകളും വളരെ പ്രസക്തമാണ്. ഒപ്പം തന്നെ മണ്ഡലത്തിൽ വയനാട് മണ്ഡലം കഴിഞ്ഞ 4-5 മാസമായിട്ട് നേരിട്ട വലിയ പ്രശ്നങ്ങളിൽ അത് രാഹുൽ ഇടപെടേണ്ടതായി, അല്ലെങ്കിൽ MP ജനപ്രതിനിധി എന്ന നിലയിൽ MPയുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടതായി നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള മറ്റു കാര്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതിനെല്ലാം ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ വയനാട്ടിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ പ്രശ്നങ്ങളിൽ വന്യജീവി ആക്രമണം അടക്കമുള്ള വയനാട്ടിലെ പ്രശ്നങ്ങളിൽ രാഹുലിന്റെ നിലപാട്, രാഹുൽ എന്ത് അഭിപ്രായം പറയുമെന്നത് വളരെ ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ K സുധാകരനും VD സതീശനും അടങ്ങുന്ന നേതൃത്വം നിലവിലെ സാഹചര്യത്തിൽ രാഹുലുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത ഉണ്ട്. അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലും അതിലപ്പുറത്തുള്ള സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടികളിലും എല്ലാം ഇനി വരും ദിവസങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ നടപ്പിലാക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ഏത് തരത്തിൽ വേണം കൊണ്ടുപോകുന്നതിനെ കുറിച്ചെല്ലാം തന്നെ ആലോചനകൾ സ്വാഭാവികമായിട്ട് നടക്കും. രാഹുലിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചർച്ചകൾക്ക് പ്രസക്തി ഏറെയുണ്ട്. ആ തരത്തിലെല്ലാം പല വിധത്തിലും രാഷ്ട്രീയമായിട്ടും ആഭ്യന്തര രാഷ്ട്രീയത്തിലാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിലും UDFനെ സംബന്ധിച്ച് രാഹുലിന്റെ ഈ സന്ദർശനം ഒരുപാട് ചർച്ചകൾക്ക് സാധ്യതയും കളവും ഒരുക്കുന്നതാണ്. അതോടൊപ്പം വയനാട്ടിൽ
രാഹുൽ ഗാന്ധി എന്തു പറയുന്നു, വയനാട്ടിൽ എന്തെല്ലാം നിലപാടുകൾ, എന്തെല്ലാം കാര്യങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ രാഹുലിന്റെ നിലപാടുകൾ എന്താകും എന്നതെല്ലാം തന്നെ വളരെ പ്രസക്തമാണ്. അതിലൊക്കെ നാളെ നടക്കുന്ന പരിപാടികളിൽ രാഹുൽ തന്റെ നിലപാടുകൾ വ്യക്തമാക്കും എന്ന് തന്നെയാണ് കരുതേണ്ടത്. വലിയ ഒരു ആവേശത്തോടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം വയനാട് മണ്ഡലത്തിലേക്ക് എത്തുന്ന രാഹുൽ ഗാന്ധിക്ക് അത്യധികം ആവേശത്തോടെയുള്ള ഒരു സ്വീകരണമാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു. വയനാട്ടിൽ അദ്ദേഹത്തിന് 2 ദിവസത്തെ സന്ദർശനം, ആവേശോജ്വലമായ സ്വീകരണം അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനായി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. വയനാട്ടിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം, ഒപ്പം തന്നെ രാഷ്ട്രീയകാര്യ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യും. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത് കരിപ്പൂരിൽ. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. എറണാകുളം കളമശ്ശേരിയിൽ ലഹരി വസ്തുക്കൾ പിടികൂടി. ലോറിയിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവ് മിഠായിയും പുകയില ഉൽപ്പന്നങ്ങളുമാണ് പിടികൂടിയത്. കർണാടകത്തിലെ ബെലഗാവി സ്വദേശികളായ അച്ഛനും മകനുമാണ് പിടിയിലായത്. സുവി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേർന്നു. സുവി, കൂടുതൽ വിവരങ്ങളിലേക്ക്. അപർണ, ഇന്ന് സന്ധ്യയോടുകൂടിയാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത്. കഞ്ചാവ്, ഒരു ലോറിക്കകത്ത് കഞ്ചാവ് മിഠായിയും അതുപോലെ നിരോധിക്കപ്പെട്ട ലഹരി ഉൽപ്പന്നങ്ങളും ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയായിരുന്നു. 4 ചാക്കിലാണ് ഈ കഞ്ചാവ് മിഠായിയും അതുപോലെ ലഹരി വസ്തുക്കളും ഉള്ളത്. ആകെ 62 കിലോയോളം മിഠായി ഉണ്ട്. അതിനൊപ്പം 5 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് പിടികൂടിയിട്ടുണ്ട്. രഹസ്യമായ വിവരത്തെ തുടർന്ന് പോലീസ് വരികയും കളമശ്ശേരി കണ്ടെയ്നർ റോഡിൽ വെച്ച് ഇവരെ കണ്ടെത്തുകയും പിടികൂടുകയും പരിശോധന നടത്തുകയുമായിരുന്നു. തുടർന്നാണ് ഈ വസ്തുക്കൾ കണ്ടെത്തിയത്. ബെൽഗാം സ്വദേശികളായ അച്ഛനും മകനുമാണ് പിടിയിലായിരിക്കുന്നത്. അച്ഛന്റെ പേര് സെറ്റപ്പ, മകന്റെ പേര് അഭിഷേക്. ഇവർ രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ഈ ലോറി ഈ കണ്ടെയ്നർ റോഡിൽ നിർത്തിയിട്ടതിനു ശേഷം ആവശ്യക്കാർ ഇവിടെ എത്തുകയും ഇവർക്ക് ഈ കഞ്ചാവ് മിഠായികൾ വിതരണം ചെയ്യുകയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ കഞ്ചാവ് മിഠായി കൊണ്ടുവരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദമായി ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്യും. അപർണ. സുവി വിശ്വനാഥൻ വിവരം. കേരളം സുരക്ഷിതമല്ല എന്ന അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി പിണറായി വിജയൻ. കേരളത്തിലെയും കർണാടകത്തിലെയും സ്ഥിതിഗതികളുടെ വ്യത്യാസം എല്ലാവർക്കും അറിയാമെന്ന് പിണറായി പറഞ്ഞു. കേരളത്തിൽ എല്ലാവർക്കും സ്വൈര്യമായി സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമാണുള്ളത്. അതാണോ കർണാടകത്തിലെ സ്ഥിതിയെന്നും പിണറായി ചോദിച്ചു. BJP ഭരണം ഉള്ളിടമായാലും എല്ലാത്തിടങ്ങളായാലും സംഘപരിവാർ ബോധപൂർവം വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും വർഗീയമായ ചേരിതിരിവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് അമിത്ഷാക്ക് അറിയാത്ത കാര്യമാണോ? നിങ്ങളുടെ അത്തരമുള്ള എല്ലാ നീക്കങ്ങളും നടക്കാത്ത ഒരിടം ഇന്ന് ഇന്ത്യയിൽ ഈ കേരളമാണ്. നിങ്ങളെ അടുത്താണ് കേരളം എന്ന് പറയുമ്പോൾ അതാണോ മനസ്സിലുണ്ടായത്? നിങ്ങളെ മറ്റെല്ലാ പ്രദേശത്തെയും പോലെ ഈ പ്രദേശത്തെയും മാറ്റിക്കളയാമെന്നാണോ? അത് ഈ നാടും ജനങ്ങളും സമ്മതിക്കില്ല. വെറുതെ ഉണ്ടായതല്ല ഇത്. വർഗീയതക്കെതിരെ ജീവൻ കൊടുത്തു പോരാടിയവരാണ് ഈ മണ്ണിലുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരവസ്ഥ വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകണം. BJP വീണ്ടും അധികാരത്തിൽ വരുന്നത് തടയാൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ കൂട്ടുകെട്ടുകൾ രൂപപ്പെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് BJP വിനാശകരമായ ഒരു ശക്തിയായി മാറിയെന്ന് എല്ലാവർക്കും മനസ്സിലായെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിപുരയിലെ സഹകരണത്തിനിടയിലും കോൺഗ്രസിനെ വിമർശിച്ച മുഖ്യമന്ത്രി ത്രിപുരയിൽ അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവരുടെ അതിക്രമം CPM-ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. BJP അധികാരം പിടിച്ചത് കോൺഗ്രസിനൊപ്പം കൂട്ടിയാണ്. പിന്നീട് BJPയുടെ അതിക്രമങ്ങളുടെ വിളനിലമായി ത്രിപുര മാറി. ഏകാധിപത്യ നടപടികളെ ചെറുത്തുകൊണ്ട് വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ ത്രിപുരയിൽ ഉയർന്നു വരുന്നതെന്നും പിണറായി പറഞ്ഞു.
കോന്നി താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥ സംഘം വിനോദയാത്ര കഴിഞ്ഞെത്തിയിട്ടും അടങ്ങാതെ അവധി വിവാദം. KU ജനീഷ് കുമാർ MLA-ക്കെതിരെ കോന്നി താലൂക്ക് ഓഫീസിലെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടത്തുന്ന അധിക്ഷേപമാണ് പുതിയ വിവാദത്തിന് കാരണം. കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് വിനോദയാത്രയ്ക്ക് പോയതിനു പിന്നാലെയാണ് MLA അധിക്ഷേപിച്ചുള്ള വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. താലൂക്ക് ഓഫീസിൽ MLA നടത്തിയത് നാടകമാണെന്നും ഓഫീസ് അറ്റൻഡൻസ് പരിശോധിക്കാൻ MLA-ക്ക് എന്ത് അധികാരമാണുള്ളതെന്നും സന്ദേശങ്ങളിൽ പറയുന്നു. ഡെപ്യൂട്ടി തഹസീൽദാർ രാജേഷ് അഡ്മിനായുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് MLA-ക്കെതിരായ പ്രചരണം. ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്ന ഡെപ്യൂട്ടി തഹസീൽദാർക്കും ജീവനക്കാർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. ഇതിപ്പോൾ MLA-യുമായിട്ടുള്ളൊരു തർക്കമല്ല. ഞാൻ അവിടെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു, അതല്ലേ പ്രശ്നം. ആ പ്രശ്നത്തിൽ ഞാൻ നോക്കാതെ പോകണമായിരുന്നോ? അങ്ങനെ ഞാൻ ചെയ്യണമായിരുന്നോ? ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഗവൺമെന്റ് ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക. ജീവനക്കാരുടേത് ഗുരുതര സർവീസ് ചട്ടലംഘനമാണ്. കോറി ഉടമകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഉദ്യോഗസ്ഥരാണ് വിവാദത്തിന് പിന്നിലെന്നുമാണ് MLA-യുടെ ആരോപണം. CPI-യുടെ ഉദ്യോഗസ്ഥ സംഘടനയായ ജോയിന്റ് കൗൺസിലും MLA-യുമായുള്ള അഭിപ്രായ ഭിന്നതയും വാട്സ്ആപ്പ് സന്ദേശങ്ങൾക്കും വിവാദങ്ങൾക്കും പിന്നിലുണ്ട്. കൂട്ട അവധി വിഷയത്തിൽ MLA-ക്കെതിരെ കഴിഞ്ഞ ദിവസം CPI കോന്നി മണ്ഡലം കമ്മിറ്റി പരസ്യമായി രംഗത്ത് വന്നതും ഇടതുമുന്നണിയിൽ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. ശശിനാരായണൻ, News 18, പത്തനംതിട്ട. കോന്നിക്ക് പിന്നാലെ കോഴിക്കോടും കൂട്ടാവധി. സബ് കളക്ടറുടെ ഓഫീസിൽ 33 ജീവനക്കാരിൽ 22 പേരും അവധിയെടുത്ത് സബ് കളക്ടറുടെ വിവാഹത്തിൽ പങ്കെടുത്തു. ഫെബ്രുവരി 3-നായിരുന്നു വിവാഹം. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നിരവധി അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന ഓഫീസാണ്. സ്റ്റാഫ് കുറവായതിനാൽ ഡെപ്യൂട്ടേഷനിലെത്തിയവരും അവധിയെടുത്തു. നിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലെത്തിച്ചു. ഡോക്ടർമാരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 8-അംഗ സംഘം അദ്ദേഹത്തെ അനുഗമിച്ചു. ബംഗളൂരുവിലെ HCG ആശുപത്രിയിലാകും അർബുദരോഗവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ തുടർ ചികിത്സകൾ നടക്കുക. പത്തനംതിട്ടയിൽ മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ കരിങ്കൊടി. മല്ലപ്പടിയിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ വാഹനം തടഞ്ഞ് കാലിക്കുടവും കരിങ്കൊടിയും കാണിച്ചത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വയനാട് കൽപ്പറ്റയിൽ മരിച്ച ആദിവാസി യുവാവ് വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും ബന്ധുക്കൾ പറയുന്നു. ശരീരത്തിൽ മർദ്ദനമേറ്റത്തിന്റെ ലക്ഷണമുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൾക്കൂട്ട മർദ്ദനം നടന്നതിന് പ്രാഥമിക തെളിവുകളില്ല എന്ന് പോലീസ്. യുവാവിന് മേൽ മോഷണ കുറ്റം ആരോപിച്ചെങ്കിലും പരാതിക്കാരില്ല. കഴുത്തിൽ കയറ് കുരുങ്ങിയ പാടുകളാണ് കണ്ടതെന്ന് മെഡിക്കൽ കോളേജ് ACP K. സുദർശൻ പറഞ്ഞു. വിശ്വനാഥനെ കാണാതായ അന്ന് തന്നെ പോലീസിൽ ഭാര്യയുടെ അമ്മ ലീല പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല എന്നുള്ള ആരോപണവും ഉയർന്നിരുന്നു. കൊല്ലം പരവൂരിൽ കൈക്കുഞ്ഞുമായി യുവതി ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. പരവൂർ ഒഴുകുപാറ സ്വദേശി ശ്രീലക്ഷ്മി, 1 വയസ്സുകാരൻ മകൻ സൂരജ് എന്നിവരാണ് മരിച്ചത്. വൈകിട്ട് 4:30ഓടെയായിരുന്നു സംഭവം. അന്തിക്കാട് CATU ഓഫീസിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാഞ്ഞാണി സ്വദേശി ആർട്ടിസ്റ്റുമായ സതീഷ് ലാലിനെയാണ് പാർട്ടി ഓഫീസിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് ശേഷം പാർട്ടി ഓഫീസിലെത്തിയ ആൾ വെള്ളം വാങ്ങി കുടിക്കുകയും പാർട്ടി പ്രവർത്തകരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ മുറിയിൽ കയറി വാതിലടക്കുകയായിരുന്നു. വാതിൽ തുറക്കാതെ വന്നതോടെ ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പൂരം. കേരളത്തിലൊഴികെ മറ്റെല്ലായിടത്തും കോൺഗ്രസിനൊപ്പമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ത്രിപുരയിലെ ഭരണകൂട ഭീകരത കാരണം ജനങ്ങളാണ് ഈ സഖ്യം വേണമെന്ന് തീരുമാനിച്ചത്. രാജ്യത്തിലെ സ്ഥിതി പരിഗണിച്ചാണ് ദേശീയതലത്തിലും കോൺഗ്രസുമായി കൈകോർക്കാൻ തീരുമാനിച്ചത്. തൃണമൂൽ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി അല്ലാത്തതിനാലാണ് സഖ്യത്തിനായി അവരെ ക്ഷണിക്കാത്തതെന്നും സീതാറാം യെച്ചൂരി ന്യൂസ് 18നോട് പറഞ്ഞു. CNN ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ കൊമാലിക സെൻഗുപ്ത യെച്ചൂരിയുമായി നടത്തിയ സംഭാഷണത്തിലേക്ക്. Political temperature of Tripura is high, and we have with us Sitaram Yechuri. We're just going to talk to him. Mr. Yechuri, what's the feel on the ground?
Well, the mood of the people from the last few days that I've been here and campaigning is for a change. They want this government to go. They want a government that can protect their democratic rights and ensure the rule of law. And they are actually fed up with this misrule. So another question is, what is the status of Tripura Mutha? You said today only local level adjustment. Now, can you please define that? Well, that is up to them. We appeal to them. They also agree in principle. Division of votes should not give advantage to the BJP. They are not fighting all the seats. So what they are doing, they say that they have not given a candidate against your secretary also. So and since they are openly declaring that they are against the BJP. So it depends at the local level, as I said. So the local level people will take the relevant decisions. Who has the greater chance of defeating the BJP? And you have support to that? But there's what the people will support. It's not our support. So how is it to be with the arch rivals in Tripura, Congress? Well, the point is today the situation is not only in Tripura but all over the country, except where the alternative is only between us and the Congress, like in Kerala. In all other places, we have decided very clearly that it is the need for all patriotic forces to come together to safeguard the secular democratic character of the Indian Republic. That is the foremost task today. For that, we appeal to everyone who is willing to come forward, including the Congress, including any force that is willing. Trinamool? Trinamool is not willing to do that. That we see. And what we said during the last assembly elections in Bengal is actually turning out to be being vindicated. So one last question: the way opposition is, behaving in Parliament, what do you have to say? Well, the opposition is behaving very responsibly. It is the government that is being irresponsible. Is it? But they are saying that you're defaming, you're attacking the individual, and you're not allowing the Parliament to run. Who's not allowing? They are not allowing the Parliament to run. In a similar situation, in a weaker situation than what we have in today's conditions, JPCs were formed when the BJP was in the opposition. And if they say everything is hunky-dory, nothing is wrong, so what is wrong in having a JPC which will endorse their position? The fact that they are unwilling to do that is the giveaway. And what will be the numbers of left in Tripura? How confident are you of change? No, you see, the battle is begun. Every seat I'm contesting to win. Quite confident, and there is going to be a local level adjustment with Tripura Mutha. The leadership has his support directly or indirectly. That's very clear from what Mr. Yechury said. This is Kumalika Sengupta with Anshuman Roy reporting for CNN News 18 from Agartala. ബിജെപിയെ തോൽപ്പിക്കാൻ ആരുമായും സഖ്യമുണ്ടാക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അതിന്റെ ഫലമാണ് ത്രിപുരയിലെ സഖ്യം. കേരളത്തിലെ CPM-ന് കോൺഗ്രസ് വിരുദ്ധ വികാരമാണ്. കേരളത്തിന്റെ CPM-ന് കൂടി യെച്ചൂരി പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഒരു ലക്ഷ്യമേ ഉള്ളൂ. കോൺഗ്രസിന്റെ ബൂത്ത് തല ഭവന സന്ദർശന പരിപാടിയായ ഹാത്ത് സേ ഹാത്ത് ജോഡോ അഭിയാൻ പ്രചാരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും KC വേണുഗോപാൽ നിർവഹിച്ചു. ബൂത്ത് തല ഭവന സന്ദർശനങ്ങൾ ഫെബ്രുവരി 24 വരെയാണ്. ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 25 മുതൽ മാർച്ച് 21 വരെ പദയാത്രകളും സംഘടിപ്പിക്കും. 7 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ മാറ്റി. മഹാരാഷ്ട്ര, ലഡാക്ക് ഗവർണർമാരുടെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചു. രമേശ് ബൈസാണ് പുതിയ മഹാരാഷ്ട്ര ഗവർണർ. CP രാധാകൃഷ്ണൻ ഝാർഖണ്ഡ് ഗവർണറാകും. ലക്ഷ്മൺ പ്രസാദ് ആചാര്യയെ സിക്കിമിലും, പഹു ചൗഹാനെ മേഘാലയയിലും, ലാ ഗണേശനെ നാഗാലാൻഡിലും ഗവർണറായി നിയമിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി അബ്ദുൾ നസീറാണ് ഇനി ആന്ധ്രാപ്രദേശ് ഗവർണർ. അയോധ്യ, മുത്തലാഖ് കേസുകളിൽ വിധി പറഞ്ഞ ബെഞ്ചിൽ അംഗമായിരുന്നു അബ്ദുൾ നസീർ. ഹരീഷ് പേരടിയുടെ പുതിയ സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്തതിന് MA ബേബിക്കെതിരെ കടുത്ത വിമർശനവുമായി ഇടത് അനുകൂലികൾ. നിരന്തരമായി സർക്കാരിനെയും പാർട്ടിയെയും വിമർശിക്കുന്ന വ്യക്തിയെ എന്തിന് പിന്തുണയ്ക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്ന വിമർശനം. പോസ്റ്റർ ഷെയർ ചെയ്തതിലൂടെ ഹരീഷ് പേരടിയുടെ രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കുന്നുവെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ലെന്നാണ് MA ബേബിയുടെ മറുപടി. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. നാളെ പുലർച്ചെ 5-ന് നട തുറക്കും. കലശാഭിഷേകം, കളഭാഭിഷേകം, പടിപൂജ, പുഷ്പാഭിഷേകം എന്നിവ നടക്കും. പൂജകൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും. ദർശനത്തിനെത്തുന്നവർ വിർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യണം. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളിലും ബുക്ക് ചെയ്യാം.
ജിമാർട്ട് പഞ്ച് ഓഫർ വിജയികളെ പ്രഖ്യാപിച്ചു. ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ്, നന്ദിലത്ത് ജിമാർട്ട് ഓണം, റംസാൻ, ക്രിസ്മസ്, ന്യൂ ഇയർ ആഘോഷങ്ങളിൽ ഏർപ്പെടുത്തിയ വിജയികളെയാണ് പ്രഖ്യാപിച്ചത്. പഞ്ച് ഓഫറിലെ 350 ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നേടിയവരെയും 10 ടാറ്റ പഞ്ച് കാറുകളുടെ ബമ്പർ സമ്മാന ജേതാക്കളെയുമാണ് പ്രഖ്യാപിച്ചത്. നന്ദിലത്ത് ജിമാർട്ട് ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന നറുക്കെടുപ്പിൽ MP ഹൈബി ഈഡൻ, ഉമാ തോമസ് MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ സീമ കണ്ണൻ, വൈസ് ചെയർപേഴ്സൺ സൽമ അബൂബക്കർ, പ്രതിപക്ഷ നേതാവ് ഹെന്ന ബേബി എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ നന്ദിലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത്, ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. ശല്യപ്പെടുത്താൻ വന്ന 3 പേരെ ഒറ്റക്കിടിച്ചോടിച്ച് താരമായിരിക്കുകയാണ് കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂളിലെ +1 വിദ്യാർത്ഥിനി നേഹ. കഴിഞ്ഞ ദിവസം രാവിലെ ഗാന്ധി റോഡിൽ വെച്ചാണ് നേഹയ്ക്ക് നേരെ കയ്യേറ്റ ശ്രമമുണ്ടായത്. റെയിൽവേ ക്രോസിന് സമീപം നിൽക്കുകയായിരുന്ന യുവാക്കൾ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ നേഹ തിരിച്ചടിച്ചു. കിക്ക് ബോക്സിംഗ് താരം കൂടിയായ നേഹയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ 3 പേരും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൊതു ഇടങ്ങളിലൊക്കെ പെൺകുട്ടികൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ള ചോദ്യം പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ ആക്രമിക്കപ്പെടുമ്പോൾ, പൊതുയിടങ്ങളിൽ വെച്ച് ആക്രമിക്കപ്പെടുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ പുതിയ പെൺകുട്ടികൾ പൊതുവെ വളരെയധികം എക്യുപ്ഡ് ആണെന്ന് കാണാം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നേഹ എന്ന +1 വിദ്യാർത്ഥിനി കോഴിക്കോട് ഒരു റെയിൽവേ ക്രോസിനടുത്ത് വെച്ച് 3 പേർ ആക്രമിച്ചപ്പോൾ അവരെ ഒറ്റയ്ക്ക് നേരിട്ട് താരമായി മാറി. നേഹ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നയാളാണ്. നേഹ, എങ്ങനെ സാധിച്ചു? അത് പിന്നെ അപ്പോഴത്തെ ആ ഒരു ഇതില് ചെയ്യേണ്ടി വന്ന്. എന്താ സംഭവിച്ചത്? അത് ഒരു 3 ആൾ അവിടെ നിൽക്കായിരുന്നു. അപ്പോൾ എങ്ങനെ രാവിലെ ക്ലാസ്സിന് വരും? രാവിലെ ക്ലാസ്സിൽ പോകുന്ന വഴിക്ക് അപ്പോൾ ഒരു വന്നിട്ട് കൈക്ക് അവരെന്തോ കമന്റ് അടിച്ച്, അപ്പൊ ഞാൻ എല്ലാം തിരിഞ്ഞു നടന്ന് പ്രശ്നമാക്കേണ്ട ചോദിച്ച്. അപ്പോൾ ഒരു വന്ന് കൈക്കും പിടിച്ച് ബാഗൊക്കെ വലിച്ച് താഴിട്ട്. അപ്പൊ പിന്നെ നല്ലോണം കൊടുത്ത്, പിന്നെ നല്ല ഇടി കൊടുത്ത്. ഒരാൾക്ക് മൂക്കിന്, ഒരാൾക്ക് ഇവിടെ, ഒരാൾക്ക് ഇവിടെ. ഈ ഒരാളെ തന്നെ നേരിടുക കുറച്ച് റിസ്ക് ആണ് പൊതുവെ പറയും. പക്ഷെ എന്നാലും 3 പേരൊക്കെ വരുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നു. അത് ഒരിക്കലും പിന്നെ ബോധമില്ലായിരുന്നു. കഞ്ചാവാന്ന് തോന്നുന്നു. ഒരു പറയുന്നൊക്കെ തന്നെ ഒരു നാവൊക്കെ കുഴഞ്ഞ ആ ഒരു ഇതില്ല. പിന്നെ ഒരു വേഗം സ്ഥലം വിട്ടിക്കുന്നു. അപ്പൊ നേരെ കയറി ആദ്യം അടുത്ത് വന്നയാളെ അറ്റാക്ക് ചെയ്തു. ഫസ്റ്റ് കൈക്ക് പിടിച്ച ആൾക്ക് അറ്റാക്ക് ചെയ്ത് മൂക്കിനിട്ടിട്ട്. ബാക്കി 2 ആൾക്കും ഇവിടെ തിരിച്ച് ഇതുണ്ടായോ? ഒരു വേഗം ഓടി, റെയിലിന്റെ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യാനുള്ള മൂവൊന്നുണ്ട്? അതൊന്നും വന്നില്ല. എങ്ങനെ ഇതിനുള്ള ഒരു ധൈര്യം വന്നു? നേരത്തെ കിക്ക് ബോക്സിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടോന്ന് കേട്ടു. കിക്ക് ബോക്സിംഗ് ഞാൻ പഠിച്ചിട്ടുണ്ട്. രതീഷ് കെൻപോന്റെ ചൈനീസ് കെൻപോ കരാട്ടെ കിക്ക് ബോക്സിംഗ് ഞാൻ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 വർഷമായി. 1.5 വർഷമായിട്ട് കിക്ക് ബോക്സിംഗ് പഠിച്ചുകൊണ്ട് അതാണോ ഒരു ധൈര്യം തന്നത്? അവിടെ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് മാർഷൽ അങ്ങനെ മൂവ്മെന്റ്സ് അല്ല. ലൈക്ക് ഫസ്റ്റ് തന്നെ പേടിക്കരുത്, ആ ഒരു ട്രെയിനിങ് ആണ് അവിടെ ആദ്യം കൊടുക്കുന്നത്. വെറും സ്പോർട്സിന് വേണ്ടി മാത്രമല്ല, ഫുള്ളി ഒരു ഗേള് ഫുള്ളി സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനം, അല്ലെ? പിന്നല്ലേ ബാക്കിയുള്ള കാര്യം, നമ്മളെ സേഫ് ആക്കുക. അപ്പോൾ ഒരു ധൈര്യവും ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിൽ ഈ മാർഷൽ ആർട്സ് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. ആണ്. വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും എല്ലാവരും സപ്പോർട്ടാണ്. പഠിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരു ഇതിലാണ് എല്ലാവരും. നമ്മൾ പൊതുവെ ഇങ്ങനെ ചെറുപ്പം തൊട്ടേ പെൺകുട്ടികൾ കേൾക്കുന്നതാണ്, പുറത്തു പോകുന്നത് സേഫ് അല്ല, പുറത്തു പോകുന്ന സമയത്ത് അറ്റാക്ക് ഉണ്ടാവും, അങ്ങനെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നുള്ള ഈ അങ്ങനെയുള്ള സാധനങ്ങൾ പൊതുവെ എല്ലായിടങ്ങളിലും കേൾക്കും. അപ്പം പക്ഷേ ഇങ്ങനെ നേഹയ്ക്ക് ഇങ്ങനെ പുറത്തു വെച്ച് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചെന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കൂടെ ധാരണ ഉണ്ടാകും. എനിക്ക് വലിയ ഇതിപ്പോ പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല പോയത്. അപ്പൊ അവിടെ വെച്ച് ചെയ്യേണ്ടത് ചെയ്ത്. എന്തായാലും ഇങ്ങനെ വെറുതെ നോക്കി നിന്ന് ഒരു പറയുന്നത് കേട്ട് കരഞ്ഞു പോരരുത്. കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കൊടുക്കുക, ചവിട്ടി അങ്ങോട്ട് കൂട്ടുക. അതാണ് നേഹന്റെ PSനോടൊക്കെ പറയാനുള്ള ഒരു മെസ്സേജ്. ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്, ഒരു ദയം കാണിക്കരുത്. കൊടുക്കുന്നതിന്റെ മാക്സിമം കൊടുക്കുക, ഒരു കരി വെച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു? അതിനുശേഷം ഞാൻ പിന്നെ ക്ലാസ്സിലേക്ക് പോയി, ഓരോരോ വഴിക്ക് പോയി. പിന്നെ ഞാനിവിടെ കംപ്ലൈന്റ് ഒക്കെ ചെയ്ത്, നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത്, സൈഡ് ലൈനിലൊക്കെ കംപ്ലൈന്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ എന്ത് പറയും? അതൊക്കെ അന്വേഷിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഈ പ്രദേശത്തൊക്കെ സ്ഥിരമായിട്ടുണ്ടാവുന്ന ആൾക്കാർ തന്നെയാണോ? അവരെ കിട്ടിയോ എന്തെങ്കിലും അറിയോ? അവിടെ ഒരു വർക്ക്ഷോപ്പുള്ള ഒരാൾ പറഞ്ഞ് ആ ഒരു ടൈം അവിടെ അത്ര സേഫ് അല്ല, അവിടെ എപ്പോഴും ഉണ്ടാവുന്ന ആൾക്കാർ തന്നെ ആവാനാണ് ചാൻസ്. രാവിലെ നേഹന്റെ പ്രായത്തിലൊക്കെയുള്ള കുട്ടികളോട്, ഇപ്പോൾ ടീനേജിലൊക്കെ ഉള്ള കുട്ടികളോട് നേഹയ്ക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എല്ലാവരും പഠിക്കുക മാർഷൽ ആർട്സ്, സെൽഫ് ഡിഫെൻസ് ഒക്കെ എന്തായാലും അറിഞ്ഞു വെക്കുക. ഒരിക്കലും കണ്ണടച്ച് നിൽക്കരുത്. ഓരെന്തേ ചെയ്തോട്ടെ വിചാരിച്ചൊരിക്കലും നിൽക്കാണ്ട് കൊടുക്കുന്ന മാക്സിമം അങ്ങോട്ട് കൊടുക്കുക. നേഹ ഇപ്പൊ വലിയ സ്റ്റാർ ആയിരിക്കാണ് സോഷ്യൽ മീഡിയയിലൊക്കെ, എന്ത് തോന്നുന്നു? ഹാപ്പിനെസ്, അത്രേ ഉള്ളൂ. അഭിമാനം. ഫ്രണ്ട് ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്തതിന് അഭിമാനം തോന്നുന്നുണ്ട്. നമ്മളൊരു ഗേള് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അങ്ങനെ ഉണ്ടാവും പുറത്തൊരു സ്ഥലത്ത്. പക്ഷെ നമ്മളെ കൂടെ തന്നെ ഒരാളിങ്ങനെ ചെയ്തപ്പോൾ
അവൾക്ക് ഈ ഒരു ടൈമിൽ കിട്ടിയ ഒരു സ്ട്രെങ്ത്, അവളെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അവളെ ഗൈഡ് ചെയ്ത സാറ്, അവൾക്ക് നല്ല സപ്പോർട്ട്, ഫാമിലി നല്ല സപ്പോർട്ട്. അതുകൊണ്ട് അവള് വരുന്ന ബാക്ക്ഗ്രൗണ്ട് അത്ര ഒരു ഫാമിലി നല്ല സപ്പോർട്ടാണ്. അതാണ് അവൾ അങ്ങനെ ആ ഒരു ടൈമിൽ ആ ഒരു ഇനീഷ്യേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ അവൾക്ക് ഈ അപ്രിസിയേഷൻ പോകുന്ന പോലെ അവളെ ഗൈഡ് ചെയ്ത സാറിനായാലും പാരന്റ്സിനായാലും കിട്ടേണ്ടതാണ്. എല്ലാ കുട്ടികളും ഇത് മാതൃകയാക്കണം അല്ലെ? ഈ തരത്തിൽ ഇങ്ങനെയുള്ള അറ്റാക്സ് പൊതുവെ പുറമേ നിന്നുണ്ടാവുന്ന സമയങ്ങളിൽ നമുക്ക് വേണ്ട സമയത്ത് കൃത്യമായിട്ട് അവരുടെ റിപ്ലൈ കൊടുത്താൽ, വേറൊരാളെ നമ്മൾ ഒരു ഹെൽപ്പിനെടുക്കാണ്ട് ഇവളെ പോലെ തന്നെ ഈ ഒരു ടൈമിൽ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റിയാൽ നമുക്കുള്ളൊരു വിന്നാണത്. സ്റ്റാറായി ഭയങ്കര ഇൻസ്പിറേഷൻ ഉണ്ട്. ഇപ്പൊ എല്ലാരും പറയുന്നത് ആദ്യമൊക്കെ നമ്മൾ പുറത്തുനിന്ന് കേൾക്കും, ഇപ്പൊ നമ്മളെടുത്ത് കേൾക്കുമ്പോൾ അമ്മക്കുണ്ട് പഠിക്കണോ, അമ്മക്ക് എന്ത് ചെയ്യണം, നമ്മളാരെങ്കിലും കമന്റ് ഒക്കെ അടിക്കലുണ്ട്. അതേമാതിരി അപ്പൊ അമ്മക്ക് എന്ത് ഡിഫെൻഡ് ചെയ്ത് പറയണോ, ആ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പാരന്റ്സ് ഒക്കെ ഇപ്പൊ പഠിക്കണം, അങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പഠിക്കണം, അതിനൊക്കെ വരുന്നുണ്ട്. നമുക്ക് എപ്പോഴൊന്നും ആരും സഹായത്തിനൊന്നും എത്തിക്കൊള്ളണമെന്നില്ല, ഒറ്റയ്ക്ക് തന്നെ നേരിടേണ്ടി വരും അല്ലേ? നമുക്ക് വേണ്ടിയത് നമ്മൾ ചെയ്യാം. അപ്പം നേഹയ്ക്ക് അവസാനമായിട്ട് ഇപ്പം ഒരുപാട് കുട്ടികളുണ്ട് ഇങ്ങനെ ഇതേപോലെ ആക്രമിക്കപ്പെടുന്ന ദിവസവും, നമ്മൾ പറയുന്ന ഓരോ സെക്കൻഡിലും പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നേരിടാൻ പറ്റണം ആദ്യം ഒന്നാമത്തെ ഘട്ടത്തിൽ. അല്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്റെ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പോ ഓരെന്താ ചെയ്താല് എന്തെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ച് അങ്ങോട്ട് നടന്നു പോവല്ല, കൊടുക്കാനുള്ളതിന്റെ മാക്സിമം കൊടുക്കുക, ഒരിക്കലും വിട്ടുകൊടുക്കരുത്, എതിർത്ത് തന്നെ നിൽക്കുക. അതാണ് നേഹ പറയുന്നത്. വലിയൊരു സന്ദേശമാണ് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ. നമ്മൾ പറയുന്നത് പോലെ ഓരോ സെക്കൻഡിലും പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുമ്പോൾ ഈ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുക, അതിന് കൃത്യമായ മറുപടി കൊടുക്കുക, അത് സ്ഥലത്ത് വെച്ച് തന്നെ മറുപടി കൊടുക്കുക എന്നൊരു സന്ദേശമാണ് നേഹയ്ക്ക് നൽകാനുള്ളത്. ഒപ്പം തന്നെ നേഹയ്ക്കൊപ്പം നിന്ന മാതാപിതാക്കളും അവരൊക്കെ തന്നെ ഈ ഒരു ധൈര്യം നേഹയ്ക്കുണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18 കോഴിക്കോട്. ഉത്തര കേരളത്തിൽ ഗുളികനില്ലാത്ത തെയ്യക്കാവുകൾ ഉണ്ടാവാനിടയില്ല. മഹാദേവന്റെ ഇടത്തെ തൃക്കാൽ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ. കണ്ണൂർ, ആലക്കാട്, കണ്ണങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ കെട്ടിയാടിയ ഗുളികൻ തെയ്യത്തിന്റെ വിശേഷങ്ങളിലേക്ക്. സർവ്വവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം. യമന്റെ സങ്കല്പത്തിലുള്ള ഗുളികൻ പുറങ്കാലൻ, കരിങ്കാലൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം വിശേഷ സ്ഥാനമുണ്ട്. ഉത്തര കേരളത്തിലെ മലയ സമുദായം കുലദേവതയായി കണ്ട് ആരാധിക്കുന്ന ഗുളികനെ ഒട്ടുമിക്ക സമുദായങ്ങളും ആരാധിക്കുന്നുണ്ട്. ജനന മരണകാരകനായ ഗുളികന്റെ സാന്നിധ്യം പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നുവെന്നും വിശ്വാസമുണ്ട്. ഭക്തന്മാർക്ക് വന്നു ഭവിക്കുന്ന സർവ്വദോഷങ്ങളും ദൂരീകരിക്കുന്ന ദേവൻ കൂടിയാണ് ഗുളികൻ എന്നാണ് സങ്കല്പം. ഉത്തര കേരളത്തിന്റെ വടക്കും തെക്കുമായി രൂപത്തിലും പുരാവൃത്തത്തിലും വ്യത്യാസമുണ്ടെങ്കിലും കാലന്റെ സങ്കല്പത്തിലുള്ള ആരാധനയും ഉപാസനാ ലക്ഷ്യവും ഒന്നുതന്നെയാണ്. തെയ്യത്തെ പോലെ സമാന അനുഷ്ഠാന കലകളായ തിറയിലും തുളുനാട്ടിലെ ഭൂതകോലത്തിലും ഗുളികനെ കെട്ടിയാടാറുണ്ട്. കാലഗുളികൻ, മന്ത്രഗുളികൻ, കരിങ്കുളികൻ, മാരണഗുളികൻ, ചൗക്കാർ ഗുളികൻ, രക്തഗുളികൻ, ചുവന്ന ഗുളികൻ, സ്ഥാനഗുളികൻ തുടങ്ങി 101 ഗുളികന്മാരുണ്ടെന്നാണ് വിശ്വാസം. ന്യൂസ് 18 ആലക്കോട്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ആസാദി സാറ്റു ബഹിരാകാശത്തേക്ക് പറന്നുയർന്നപ്പോൾ കണ്ണൂർ കോളയാട് സെന്റ് കോർണലിയൂസ് സ്കൂളിനും അഭിമാന നേട്ടം. 10 വിദ്യാർത്ഥിനികളാണ് ദൗത്യത്തിന്റെ ഭാഗമായത്. കൊടുങ്ങല്ലൂർ, അഴീക്കോട് KMCD മെമ്മോറിയലിലെ വിദ്യാർത്ഥികളും ഈ ദൗത്യത്തിന്റെ ഭാഗമായി.
കോളയാട് സെന്റ് കോർണേലിയോസ് സ്കൂളിലെ തൃഷ വിനോദ്, സജ ഫാത്തിമ, കൃഷ്ണേന്ദു, ശ്രേയ മരിയ സുനിൽ, ശ്രിയ ശരൺ, നിയാപി ദിനേശ്, തീർത്ഥ പ്രശാന്ത്, ടി നിരഞ്ജന, ബി സ്വാതിക, നിയ എം നമ്പ്യാർ എന്നീ വിദ്യാർത്ഥിനികളാണ് ദൌത്യത്തിന്റെ ഭാഗമായത്. ഉപഗ്രഹ രൂപകൽപ്പനയിൽ അന്തരീക്ഷ താപനിലയും രോഗവും അളക്കാനാകുന്ന രീതിയിൽ ചിപ്പ് പ്രോഗ്രാമാണ് വിദ്യാർത്ഥിനികൾ വികസിപ്പിച്ചത്. വിക്ഷേപിച്ച 3 ഉപഗ്രഹങ്ങളിൽ ഒന്ന് 75 സ്കൂളുകളിൽ നിന്നുള്ള 750 പെൺകുട്ടികളുടെ കൂട്ടായ്മയിലാണ് നിർമ്മിച്ചത്. ഞങ്ങൾ 10 പേര് കൂടിയാണ് ഈ വ്യാസാദി സാറ്റലൈറ്റിന്റെ ഭാഗമായത്. ഇത് ഞങ്ങളെ കോഡിങ്ങും മറ്റ് സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായിച്ചത് ജോമത് സാർ, മിഥുൻ സാർ, റോയ് വാഷ്, ഉണ്ണിമാഷ് എന്നിവരൊക്കെയാണ്. ഞങ്ങൾ ചെയ്തത് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിപ്പാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് സ്കൈന്റെ ടീം തന്നിട്ട് ആ ട്രെയിനിങ്ങിനും ഇൻസ്ട്രക്ഷൻസിനും അനുസരിച്ച് ഞങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. ചെന്നൈ ആസ്ഥാനമായ സ്പേസ് കിഡ്സ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ പദ്ധതിയിൽ കോർണേലിയസ് സ്കൂളിനും ഭാഗമാകാൻ സാധിച്ചത്. ഇതിന്റെ ആദ്യഘട്ട വിക്ഷേപണം പരാജയപ്പെട്ടപ്പോൾ തന്നെ ഏതാണ്ട് 4 മാസത്തിനുള്ളിൽ പുതിയ ഉപഗ്രഹ വിക്ഷേപണം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ CEO നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചിപ്പ് നമുക്ക് അയച്ചു തരികയും ആ ചിപ്പിൽ പ്രോഗ്രാമിംഗ് നടത്തി കുട്ടികൾ അത് തിരിച്ച് സ്പേസ് കിഡ്സിൻ്റെ അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആണ് നമുക്ക് ഈ ഒരു അവസരം ലഭിച്ചത്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിൽ നിന്നും കൊടുങ്ങല്ലൂർ, അഴീക്കോട്, KMCD മെമ്മോറിയലിലെ വിദ്യാർത്ഥികളും ദൌത്യത്തിന്റെ ഭാഗമായി. ന്യൂസ് 18 കണ്ണൂർ. പൂർണ്ണമാക്കുന്ന വാർത്തകൾ വിശദമായി. നമസ്കാരം.